ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വന്നത് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 5th സ്റ്റാൻഡേർഡിലെ ഭാഗങ്ങളാണ്, അധ്യായങ്ങളാണ്. ഇതിൽ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അവസാന അധ്യായത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 2-ലെ അവസാനത്തെ അധ്യായമായിട്ടുള്ള ജന്തുജാലങ്ങൾ എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന 5th ചാപ്റ്റർ, 6th ചാപ്റ്റർ, 7th ചാപ്റ്റർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ട് കൃത്യമായിട്ട് ആ പറഞ്ഞ ദിവസത്തെ പോർഷൻ പഠിച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങളുടെ ഈ ഒരു PSC ജേണിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ജന്തുജാലം എന്ന ഈ ഒരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മാവ്, അതിൻ്റെ ചുവട്ടിലായി കുറച്ച് കുട്ടികൾ മാങ്ങ എടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? എങ്ങനെയായിരിക്കും ഒരു മാമ്പഴത്തിനകത്ത് പുഴു വരുന്നത്? മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ, അതായത് പൂ വിരിഞ്ഞ് ഉണ്ടാകുന്ന മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് പഴ ഈച്ചകൾ, ഫ്രൂട്ട് ഫ്ലൈസ് മാങ്ങയുടെ പുറന്തോടിൽ മുട്ടയിടുകയും മാങ്ങ പാകമാകുമ്പോൾ ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവകൾ ഉണ്ടായി പുറത്തു വരികയും പിന്നീട് അതിൻ്റെ മാംസള ഭാഗമൊക്കെ ഭക്ഷിച്ച് പുറത്തു വരികയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാമ്പഴത്തിനുള്ളിൽ പുഴു ഉണ്ടാകുന്നത്. പഴങ്ങളിൽ മാത്രമാണോ പുഴു ഉള്ളത്? അല്ല, നമ്മുടെ പരിസരത്തും പലതരം പുഴുക്കളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇവ ഉണ്ടാകുന്നത്? നമ്മൾ ഈ പറയുന്നത് പോലെ പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ്, ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പോലെ ചിത്രശലഭം ഈ ഒരു പുഴുവിൽ നിന്നാണ്, ഈച്ചകൾ, വണ്ടുകൾ, തേനീച്ച ഇപ്രകാരം ഈ പുഴുക്കളിൽ നിന്നാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളവയെല്ലാം തന്നെ മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, മുട്ട വിരിഞ്ഞ് ലാർവ കുഴിയാനയായി മാറുന്നു, അതിനുശേഷം അവ പ്യൂപ്പയായി മാറുന്നു. ആൻഡ് ലയൺ ലേസ് വിങ്സ് എന്ന ഈ ഒരു ജീവി പൂർണ്ണ ജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഴിയാന എന്നത് ഈ ഒരു ജീവിയുടെ ഒരു ലാർവയാണ്. അപ്പോൾ കുഴിയാനയെക്കുറിച്ച് കൂടുതൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ലയൺ ലേസ് വിങ്സ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. കുഴിയാനയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ഇതുള്ളത്? പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കിക്കൊണ്ട് ഉറുമ്പ് പോലെയുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് കുഴിയാനകൾ. ഇംഗ്ലീഷിൽ ഈ കുഴിയാനയെ ഉറുമ്പിനെ പിടിക്കുന്നത് കാരണം ആൻഡ് ലയൺ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഈ ലാർവകൾ എന്താണ്? മൺതരികളും നേർത്ത നൂലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുണ്ടാക്കി ഇത് ഇവിടെ നൽകിയിട്ടുള്ളത് പോലെ പ്യൂപ്പയായിട്ട് മാറുന്നു. ശേഷം ഈ പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് ഈ ഒരു പൂർണ്ണ രൂപം കൈവരിക്കുന്നത്. ആൻഡ് ലയൺ ലേസ് വിങ്സ് എന്ന ഈ ഒരു ജീവിയിലേക്ക് എത്തുന്നത്. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഈ കുഴിയാനയ്ക്ക്, മുട്ട വിരിഞ്ഞ് കുഴിയാന ഉണ്ടാകുന്നു, ശേഷം പ്യൂപ്പയാകുന്നു, അതിനുശേഷമാണ് പൂർണ്ണജീവിയായിട്ട് മാറുന്നത്. ഈ ഒരു കുഴിയാനയ്ക്ക് പൂർണ്ണജീവിയുമായിട്ട്, അതായത് മാതൃജീവിയുമായിട്ട് എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ മാതൃജീവിയുമായി സാദൃശ്യമുണ്ടോ, അല്ലെങ്കിൽ പൂർണ്ണജീവിയായിട്ട് മാറുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു? അപ്പോൾ ഇവിടെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. രൂപാന്തരണം. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നാണ് പിന്നീട് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നതിനെ, ഈ ഒരു മാറ്റത്തിനെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തവള, തേനീച്ച, തുമ്പി, ഈച്ച, കൊതുക് പോലെയുള്ള ജീവികളൊക്കെ ഇത്തരത്തിൽ രൂപാന്തരണം സംഭവിച്ചാണ് പൂർണ്ണജീവിയായിട്ട് മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാവുന്ന ഉദാഹരണങ്ങളാണ് അല്ലേ? ഇനി ഇതെവിടെ നോക്കിക്കേ, പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? ഇവിടെ നൽകിയിട്ടുണ്ട് മുട്ട വിരിഞ്ഞ് നിംഫ് എന്ന അതിൻ്റെ കുഞ്ഞായി മാറിയ ശേഷം പിന്നീടാണ് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയായിട്ട് മാറിയിട്ടുള്ളത്. ഈ ഒരു വളർച്ചാ ഘട്ടത്തിൽ കുഞ്ഞിനെ നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, വിവിധ വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായി മാറുന്നതിനിടയ്ക്ക് പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ച് കളയുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്?
അപൂർണ രൂപാന്തരണം. ഇത് കാണപ്പെടുന്ന ജീവികളിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന നിംഫുകൾക്ക് മാതൃജീവിയോട് ചില സാദൃശ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ പാറ്റയുടെ ഈ കുഞ്ഞ് പാറ്റ പൂർണ്ണ രൂപത്തിലെത്തിയ പാറ്റയെ പോലെ തന്നെയുള്ള ഉള്ളത്. ഓക്കെ, അപ്പോൾ ചില സാദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവയ്ക്ക് പൂർണ്ണ വികാസം പ്രാപിച്ച ചിറകുകളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രത്യുൽപാദന അവയവങ്ങളോ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളർച്ച പൂർത്തിയാകുന്നതിനിടയിൽ പുറംചട്ട പല പ്രാവശ്യം കൊഴിഞ്ഞ് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിംഫ് പൂർണ്ണ വളർച്ചയെത്തിയ ജീവികളായിട്ട് മാറുന്നത്. ഇതാണ് ഇവിടെ ഒരു വ്യത്യാസം. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഇതിൽ പറഞ്ഞ രൂപാന്തരണത്തിന് മുന്നേ നമ്മൾ കുഴിയാനയുടെ കേസൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞത് പൂർണ്ണ രൂപാന്തരണമാണ്. ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞ് വലുതാവുന്ന സമയത്ത് പൂർണ്ണ ജീവിയിലേക്ക് എത്തുമ്പോഴേക്കും ലാർവയുടെ രൂപം പൂർണ്ണജീവിയുടെ ഒരു രൂപമോ സാദൃശ്യമോ അല്ല ഈ ലാർവകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞിനുള്ളത്. അപ്പോൾ അത് മറ്റൊരു തരത്തിലാണ്, പൂർണ്ണ രൂപാന്തരണമാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ചത് അപൂർണ രൂപാന്തരണത്തെക്കുറിച്ചാണ്. ഓക്കെ, ഇനി പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളുമൊക്കെയാണ് ആഹാരമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സസ്യങ്ങളെ പുഴുക്കളൊക്കെ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ ആഹാരമാക്കി കാണുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഉദാഹരണം എന്നോണം ഇടയിൽ ചെണ്ടുമല്ലി വളർത്തുകയാണെങ്കിൽ കീടബാധ കുറയ്ക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ഒക്കെ ആഹാരമാക്കുമ്പോൾ ഇത് പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത് അകറ്റുന്നതിനായിട്ട്, ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ അകറ്റുന്നതിനായിട്ട് കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അതിലൊന്നാണ് ചെണ്ടുമല്ലി ഇടയിൽ വളർത്തുക എന്നത്. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചില ഇനം കീടങ്ങളെ അകറ്റും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൃഷിയെ ദോഷകരമായി ബാധിക്കാതെ സംരക്ഷിക്കുന്നതിനായിട്ട് സാധിക്കും. ഇതുപോലെ മറ്റ് പല മാർഗങ്ങളും കർഷകർ സ്വീകരിക്കാറുണ്ട്. ഇനി കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണമാണ് തണ്ട് തുരപ്പൻ പുഴു, ഇല ചുരുട്ടിപ്പുഴു, പഴത്തിലെ ഈച്ച, തെങ്ങോലപ്പുഴു പോലെയുള്ളവയ്ക്ക്. പഴ ഈച്ച കേട്ടിട്ടില്ലേ? പഴ ഈച്ച, തെങ്ങോലപ്പുഴു ഇവയെല്ലാം സസ്യവിളകൾക്ക്, കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങളാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ? കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെ സുഗന്ധ വ്യഞ്ജനങ്ങളാക്കുന്നത്. അപ്പോൾ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിലൊരല്പം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇട്ട് വെക്കാറുണ്ട്, കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത്തരത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവ ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ പ്രാണികളെ അകറ്റുന്നതിനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന് കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, കറുവപ്പട്ട തുടങ്ങിയവയൊക്കെ ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഇട്ട് വെക്കുകയാണെങ്കിൽ പ്രാണികളെ അകറ്റുന്നതിനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രാണികളെ അകറ്റുന്നതുമായി ബന്ധപ്പെട്ട അപകടകാരികളായിട്ടുള്ള കൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രാണികളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രം അല്ല, അവയെ കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പുഴുവിൻ്റെ അഭിപ്രായം എന്നോണം ഇവിടെ നൽകിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള പുഴുക്കളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറു പ്രാണികൾ എന്ന് പറയുന്നത്. കുറഞ്ഞ ചിലവിൽ മാംസം ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ സോഴ്സായിട്ടും വിറ്റമിൻ്റെ സോഴ്സായിട്ടും എന്താണ് ചെറു പ്രാണികളെ, പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സുകളായ ചെറു പ്രാണികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭ്യമാകുന്നു എന്നതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതികളും ചില പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വളരെ വലുതാണ്.
ഇനി പ്രാണി കുടുംബത്തിലെ ചിത്രശലഭത്തിലേക്ക്. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ ധാരാളം ചിത്രശലഭങ്ങൾ കാണപ്പെടുന്നുണ്ട്. അവയുടെ പേരുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചിത്രശലഭങ്ങൾ ധാരാളം തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് എന്തായാലും അറിയാവുന്ന ഒന്നാണ് ഈ നൽകിയിട്ടുള്ളത്. ഏതാണിത്? ബുദ്ധമയൂരി. പേര് കേട്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം, സംസ്ഥാന ശലഭം ഏത് എന്ന് ചോദിച്ചാൽ ബുദ്ധമയൂരിയാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. ഇതാ ഈ നൽകിയിട്ടുള്ളതാണ്. ഓക്കെ. ഇതുകൂടാതെ വിലാസിനി, വരയൻ കടുവ, മഞ്ഞപ്പാപ്പാത്തി, കരിയില ശലഭം, അങ്ങനെ ധാരാളം തരത്തിലുള്ള ചിത്രശലഭങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ ധാരാളം ചിത്രശലഭങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇതിൽ ചില ചിത്രശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ഈ ശലഭ പുഴുക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിനുദാഹരണമായിട്ട് നമുക്ക് കുറച്ച് ചിത്രശലഭങ്ങളുടെ പേരുകൾ പറയാം. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി എന്നിങ്ങനെ. ഈ ശലഭങ്ങളുടെ ഈ പേരുകളൊക്കെ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇപ്പം നാരകശലഭം നാരകത്തിലായിരിക്കും, അരളിശലഭം അരളിയിൽ, എരുക്കുതപ്പി എന്നത് എരുക്കിൽ. അങ്ങനെ പ്രത്യേക സസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ശലഭങ്ങളുള്ളത്. അതിനാലാവാം ഈ ഒരു പേരുകളൊക്കെ വന്നിട്ടുള്ളത്. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും, ഇപ്പം നെക്ടർ പ്ലാന്റ് ആയിട്ടും ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടും ശലഭങ്ങളുടെ നിലനിൽപ്പിന് സസ്യങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത്. ശലഭോദ്യാനം. ഇനി പകല് കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ മാത്രമല്ല, ചിത്രശലഭങ്ങൾ രാത്രിയിലും കാണപ്പെടാറുണ്ട്. അവയെ മോത്ത് അഥവാ നിശാശലഭങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, നേരത്തെ കണ്ട ചിത്രശലഭങ്ങളെ പോലെ വർണ്ണാഭമായിട്ടുള്ള രീതിയിലല്ല ഈ ശലഭങ്ങളുള്ളത്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ മിക്കതിനും വർണ്ണഭംഗിയൊന്നും ഉണ്ടാകില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലെയുള്ള സ്പർശിനികളാണ് ഉണ്ടാകുന്നത്. തൂവൽ പോലെയായിരിക്കും ചിലതിന് ഉണ്ടാകുന്നത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കോണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ഇനി ഇതിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരാളുണ്ട്, വെങ്കണനീലി, ബ്ലൂ ടൈഗർ മോത്ത് എന്നത്. പകൽ നേരങ്ങളിൽ കാണപ്പെടുന്ന നീല നിറമുള്ള ഒരു ശലഭമാണ് ഈ പറഞ്ഞ വെങ്കണനീലി. എന്നാൽ ഇവ ചിത്രശലഭങ്ങളല്ല, ഇവ മോത്ത് ഇനത്തിൽപ്പെടുന്നത് തന്നെയാണ്. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. പകൽ സമയത്ത് കാണുന്നു എന്നതും നീല നിറവുമുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സവിശേഷതകളെല്ലാം ഈ വെങ്കണനീലിയുടേത് നിശാശലഭങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവയുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭത്തിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വെങ്കണനീലി എന്ന ഈ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. ഈ ചിത്രം നമ്മുടെ ചുറ്റുപാടും ധാരാളം ചെറുജീവികളുണ്ട്. ചെറുജീവികളുടെ ലോകത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ നമ്മുടെ ചുറ്റുപാടും ധാരാളം ചെറുജീവികളുണ്ട്. ഇപ്പോൾ ആൻറ്റുകൾ, ഉറുമ്പുകൾ, നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ചെറുജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. ഉറുമ്പുകൾ തന്നെ പലതരത്തിലുണ്ട്. എല്ലാ ഉറുമ്പുകളും ഒരേ തരത്തിൽപ്പെട്ടവയൊന്നുമല്ല. ഈ ഉറുമ്പുകൾക്കും അതിൻ്റേതായിട്ടുള്ള പല ധർമ്മങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. ഉറുമ്പുകൾ സമൂഹമായിട്ടാണ് കഴിയുന്നത്. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു തൊഴിൽ വിഭജനം എന്നോണമാണ് ഉറുമ്പുകൾ പ്രവർത്തിക്കുന്നത്. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നിങ്ങനെ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ തന്നെ കാണുന്നതിനായിട്ട് സാധിക്കും. ചിറകുള്ള ഉറുമ്പുകൾ, ഇവ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകളാണ്. ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ ഇനി ഞങ്ങൾക്കും പറക്കാമെന്ന് പറയുന്നുണ്ട്. ഉറുമ്പുകൾ എപ്പോഴാണ് പറക്കുന്നത്? എപ്പോഴാണ് ഇവയ്ക്ക് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം വഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നുണ്ട്. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉറുമ്പുകളെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഉറുമ്പുകൾ ധാരാളം വിവിധ തരത്തിലുണ്ട്. ചോണനുറുമ്പ്, കട്ടുറുമ്പ്, പുളിയുറുമ്പ്, അങ്ങനെ ധാരാളം ഉറുമ്പുകളുണ്ട്. ഇവയിൽ നിറം, വലിപ്പം, വാസസ്ഥലം, ആഹാരം,
ആഹാര സമ്പാദന രീതികൾ, സഞ്ചാരം ഇവയെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ഉറുമ്പുകളെ കൂടാതെ സമൂഹമായി ജീവിക്കുന്ന മറ്റ് ചെറു ജീവികൾക്ക് ഉദാഹരണമാണ് ചിതൽ, തേനീച്ച, കടന്നൽ, വെട്ടുകിളി എന്നിവയൊക്കെ. ഉറുമ്പുകൾ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹമായി ജീവിക്കുന്ന ജീവികളാണ് ചിതൽ, തേനീച്ച, കടന്നൽ, വെട്ടുകിളി പോലെയുള്ളവയൊക്കെ. ഇനി പ്രാണികളുടെ ശരീരം. പ്രാണിയുടെ ശരീരഭാഗങ്ങളായിട്ടുള്ള സ്പർശിനികൾ, ആൻറ്റനാസ്, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. പ്രാണികളുടെ ശരീരം പൊതുവെ ശിരസ്, നെഞ്ച്, ഉടൽ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക. ഒരു ജോഡി സ്പർശിനികളായിരിക്കും, ആൻറ്റിനകളായിരിക്കും തലയിൽ കാണുന്നത്. ഒരു ജോഡി, ഒരു പെയറായിട്ടായിരിക്കും കാണപ്പെടുന്നത്. സംയുക്തമായിട്ടുള്ള കണ്ണുകളായിരിക്കും പ്രാണികൾക്ക് ഉള്ളത്. സംയുക്തമായിട്ടുള്ള കോമ്പൗണ്ട് ഐസ് എന്നാണ് പറയുന്നത്. സംയുക്ത നേത്രങ്ങളാണ് പ്രാണികൾക്കുള്ളത്. 3 ജോഡി, അതായത് 6 കാലുകൾ. ഇവയെ നമ്മൾ ഷഡ്പദങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. 6 കാലുകളാണ്, 3 ജോഡിയായിട്ട് 6 കാലുകളാണുള്ളത്. മിക്ക പ്രാണികൾക്കും 2 ജോഡി ചിറകുകളുണ്ട്. ചിലതിന് 1 ജോഡിയേ ഉണ്ടാവുള്ളൂ, ഉദാഹരണത്തിന് ഈച്ച, കൊതുക് പോലെയുള്ളതിന്. എന്നാൽ ചിലതിന് ചിറകുകൾ ഉണ്ടാവുകയും ഇല്ല. ഇങ്ങനെയാണ് പ്രാണികളുടെ ഒരു ശരീരഭാഗം വരുന്നത്. ഇനി മത്സ്യങ്ങളിലേക്ക്. മത്സ്യങ്ങൾക്ക് ജലജീവിതത്തിനായിട്ട് അനുകൂലനങ്ങളുണ്ട്. ജലത്തിൽ ജീവിക്കുന്നതിനായിട്ട് അവയെ സഹായിക്കുന്ന ചില അവയവങ്ങളുണ്ട്. അവ ജലജീവിതത്തിന് മത്സ്യങ്ങളെ സഹായിക്കുന്നവയാണ്. ഉദാഹരണത്തിന് വായുസഞ്ചി പോലെയുള്ളവയൊക്കെ ജലത്തിൽ ഉയരുന്നതിനും താഴുന്നതിനുമായിട്ടൊക്കെ മത്സ്യങ്ങളെ സഹായിക്കുന്നവയാണ്. എയർ ബ്ലാഡർ, പിന്നെ ചിറകുകൾ, അവയെ ചലിക്കാൻ സഹായിക്കുന്നവയാണ് ചിറകുകൾ. സ്കെയിൽസ് ഇല്ലേ, ശൽക്കങ്ങൾ, ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ജലത്തിൻ്റെ ഘർഷണം കുറയ്ക്കുന്നതിനുമൊക്കെ മത്സ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മത്സ്യങ്ങൾ അനുകൂലനങ്ങൾ ഉപയോഗിച്ച് ജലത്തിൽ ജീവിക്കുന്നത്. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് പ്രധാനമായിട്ടും ജൂൺ, ജൂലൈ മാസങ്ങളിലായിരിക്കും, മഴക്കാലങ്ങളിലായിരിക്കും. കേരള തീരത്തിൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. മത്സ്യങ്ങൾ മുട്ടയിടുന്നത് പ്രധാനമായിട്ടും ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായിട്ടുള്ള ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് പ്രധാനമായും ട്രോളിംഗ് നിരോധനം കൊണ്ടുവരുന്നത്, ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. മുട്ടയിടുന്ന സമയത്ത് അവയെ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മത്സ്യസമ്പത്ത് കുറയും. അതിനാലാണ് ഈ ഒരു സമയത്ത് ട്രോളിംഗ് നിരോധനം കൊണ്ടുവരുന്നത്. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിയിക്കുന്നവയാണ്. ഇതിന് ഉദാഹരണങ്ങളാണ് സ്രാവ്, ഗൗരാമി, മോളി തുടങ്ങിയവയൊക്കെ. എന്താണ് ഊത്തക്കയറ്റം? ജൂൺ മാസങ്ങളിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായിട്ട് മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്ന് അറിയപ്പെടുന്നത്. ഊത്തക്കയറ്റം. മുട്ടയിടുന്നതിനായിട്ട് മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. അതിനാൽ തന്നെ ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതിനായിട്ടാണ് ജൂൺ മാസങ്ങളിൽ കാലവർഷം അടുക്കുന്ന സമയത്ത് പ്രജനനത്തിനായിട്ട് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര നടത്തുന്നതിനെ ഊത്തക്കയറ്റം എന്ന് പറയുന്നതാണ് ഊത്തക്കയറ്റം. ഇനി ഇവിടെ താഴെ മത്സ്യത്തിൻ്റെ ചിത്രവും പേരും നൽകിയിട്ടുണ്ട്. ഇവ നമ്മൾ ക്ലാസ്സിൽ തന്നെ സംസാരിച്ചിട്ടുള്ള മത്സ്യമാണ് അല്ലേ, കേട്ടിട്ടില്ലേ? എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത? മുഷി എന്താണ്? ശുദ്ധ ജലാശയങ്ങളിൽ കാണപ്പെടുന്നവയാണ് മുഷി എന്ന് പറയുന്നത്. ഇപ്പോൾ തടാകം, നദി, ചതുപ്പ് എന്നിവിടങ്ങളിലൊക്കെ കാണാറുണ്ട്. ഈ മുഷി എന്നത് ഓക്സിജൻ കുറഞ്ഞ വെള്ളത്തിലും ജീവിക്കുന്നവയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ മത്തയാണെങ്കിൽ സമുദ്രജലത്തിൽ, ആഴം കുറഞ്ഞ തീരക്കടലിൽ മാത്രം കാണപ്പെടുന്നവയാണ്. അപ്പോൾ ഇവയിൽ നിന്ന് എന്താണ്? ഇവയുടെ ആവാസം വ്യത്യാസമാണ്, ഇവയുടെ രീതി തന്നെ വ്യത്യാസമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഉഭയജീവികൾ, ആംഫിബിയൻസ്. എന്താണ് ആംഫിബിയൻസ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്നവയാണ് നമ്മൾ പൊതുവെ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെ നമ്മൾ ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു കുട്ടികൾ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ നമുക്ക് കാണാം. നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഇതാ നിറയെ മീൻ. അത് മീനുകളല്ല, വാൽമാക്രികളാണ്. അപ്പോൾ ആംഫിബിയൻസിനൊരു ഉത്തമ ഉദാഹരണമാണ് തവളകൾ എന്ന് പറയുന്നത്. എന്തെല്ലാം മാറ്റങ്ങൾ വന്നാണ് വാൽമാക്രി പൂർണ്ണ വളർച്ചയെത്തിയ തവളയായിട്ട് മാറുന്നത് എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ്?
മുട്ട വാൽമാക്രിയായി മാറുന്നു. വാൽമാക്രി 2 കാലുള്ള വാൽമാക്രിയായി മാറിയ ശേഷം 4 കാലുകളുള്ള വാൽമാക്രിയായി മാറുന്നു. അതിനുശേഷമാണ് പൂർണ്ണ വളർച്ചയെത്തിയ തവളയായിട്ട് മാറുന്നത്. ഇങ്ങനെ ജലത്തിൽ ജീവിക്കുന്നതിനും അനുകൂലനങ്ങൾ വാൽമാക്രിക്ക് ആവശ്യമാണ്. വാൽമാക്രിക്ക് ശ്വസിക്കുന്നതിനായിട്ട് ചെകിളകളും സഞ്ചരിക്കുന്നതിനായിട്ട് വാലും ഉണ്ട്. അത്തരത്തിലുള്ള അനുകൂലനങ്ങൾ വാൽമാക്രിക്ക് ജലത്തിൽ ജീവിക്കുന്നതിനുണ്ട്. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം ലാർവയായിട്ടുള്ളത്. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം തവളയുടേത് പൂർണ്ണമായിട്ടും ജലത്തിലാണ്. അതിനുശേഷം വളർച്ചയെത്തിയ തവളകൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. ഇവ പൂർണ്ണമായും ഒരു ആംഫിബിയൻ ആണ്. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതിനായിട്ട് സാധിക്കും. തവളകൾക്ക് നട്ടെല്ലുണ്ട്. ഞങ്ങൾ നട്ടെല്ലുള്ളവയാണ് എന്ന് പറയുന്നു. തവളകൾക്ക് നട്ടെല്ലുണ്ട്. അടുത്തത് സിസീലിയനുകൾ. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായിട്ട് ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. ആ പേര് കുറച്ചുകൂടെ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? കുരുടികൾ കേട്ടിട്ടില്ലേ? കണ്ണുകൾ സുതാര്യമായ തൊക്കുകൾ കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്ന കാലുകളില്ലാത്ത ഉഭയജീവി വർഗമാണ് ഈ കുരുടികൾ അഥവാ സിസിലിയനുകൾ എന്ന് പറയുന്നത്. പ്രാദേശികമായിട്ട് കുരുടികൾ എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ മണ്ണിരയുടേതുപോലെയുള്ള വളയങ്ങളൊക്കെ കാണുന്നുണ്ട്. കണ്ണുകൾ ചെറിയ തൊക്കുകൾ കൊണ്ട്, സുതാര്യമായിട്ടുള്ള തൊക്കുകൾ കൊണ്ട് മൂടിയിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് സിസിലിയനുകൾ എന്ന് പറയുന്നത്. ഇനി ഉരഗങ്ങൾ, റെപ്റ്റൈൽസ്. ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിക്കുന്നവയാണ്. അപ്പോൾ റെപ്റ്റൈൽസ് എങ്ങനെയാണ്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നവയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ഇനം റെപ്റ്റൈൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ജീവികളുടെ പൊതു സവിശേഷതയാണ് മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു, ശ്വാസകോശം ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കുന്നവയാണ് റെപ്റ്റൈൽസ്. ശീതരക്തജീവികളാണ് ഇവയെല്ലാം. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ് ഇവയെല്ലാം. ഇവയുടെ ചർമ്മങ്ങളെല്ലാം കട്ടിയുള്ളതും സ്കെയിൽസ് ഉള്ളതുമാണ്. ഈ ജീവികളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവയുടെ ചർമ്മങ്ങളെല്ലാം കട്ടിയുള്ളതും സ്കെയിൽസ് ഉള്ളതുമാണ്. ഇതാണ് ഇതിൻ്റെ പൊതു സവിശേഷതയായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഉരഗങ്ങളിലെ ഒരു തരം വിഭാഗ ജീവികളാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. ഉരഗവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ വിവിധ തരം പാമ്പുകളുണ്ട്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പുകളുണ്ട്. മൂർഖൻ, അണലി, രാജവെമ്പാല, ശംഖുവരയൻ, അങ്ങനെ ധാരാളം പാമ്പുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ പാമ്പുകൾക്കും വിഷമില്ല. പാമ്പുകൾ വിഷമില്ലാത്തവയുമുണ്ട്. അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നിവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ എല്ലാ പാമ്പുകൾക്കും വിഷമില്ല. വിഷമില്ലാത്ത പാമ്പുകൾക്ക് ഉദാഹരണമാണ് ചേര, നീർക്കോലി, പെരുമ്പാമ്പ്. ഇവയൊക്കെ വിഷമില്ലാത്ത പാമ്പുകളാണ്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന വിഷപ്പാമ്പുകളാണ് മൂർഖൻ, രാജവെമ്പാല, വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന ശംഖുവരയൻ, ചേനത്തണ്ടൻ എന്ന അണലി, വലകടിയൻ പാമ്പ്, കടൽ പാമ്പ്. ഇതൊക്കെ വിഷപ്പാമ്പുകളാണ്. ഇപ്പോൾ മൂർഖൻ്റെ സവിശേഷതകൾ തന്നിട്ടുണ്ട്. വികസിപ്പിക്കാവുന്ന പത്തിയാണ്. നമ്മൾ സിനിമകളിലും മറ്റുമായിട്ടൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും. വികസിപ്പിക്കാവുന്ന പത്തി ഉണ്ടാകും മൂർഖന്. അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും ഉണ്ടാകും. കഴുത്തിന് താഴെയായിട്ട് കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ വിഷപ്പാമ്പുകൾ തിരിച്ചറിയുന്നതിനുള്ള സൂചനകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൂർഖനാണ്. ഇനി രാജവെമ്പാലയിലേക്ക് കടക്കുമ്പോൾ പത്തിയിൽ തെളിഞ്ഞു കാണുന്ന മേലേക്കുള്ള ഇത്തരത്തിലുള്ള ആരോ മാർക്കുകൾ കാണുന്നതിനായിട്ട് സാധിക്കും. ഷെവ്രൻ ഷേപ്ഡ് എന്ന് പറയാറുണ്ട്, ഇൻവെർട്ടഡ് വി ഷേപ്പ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടയാളം കാണുന്നതിനായിട്ട് സാധിക്കും. ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അടയാളം കാണുന്നതിനായിട്ട് സാധിക്കും. 5 മീറ്റർ വരെ നീളം ഉണ്ടാവും രാജവെമ്പാലയ്ക്ക്. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ ഉണ്ടാകും. വാലിന് നല്ല കറുപ്പ് നിറവും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് രാജവെമ്പാല. ഇനി ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ എന്ന ശംഖുവരയന് ഇപ്പം ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ ഉണ്ടാകും. കറുത്ത് ഇരുണ്ട നിറമായിരിക്കും ഇവയ്ക്ക് ഉണ്ടാകുന്നത്. അണലി അഥവാ ചേനത്തണ്ടൻ, ത്രികോണാകൃതിയിലുള്ള വലിയ തലയായിരിക്കും ഉണ്ടാകുന്നത്. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് അണലി. കടൽപ്പാമ്പ്, വലകടിയൻ എന്ന കടൽപ്പാമ്പ് വാല് പരന്നതും
തുഴയുടെ ആകൃതിയുള്ളതുമായിരിക്കും. വാല് പരന്നതായിരിക്കും, തുഴയുടെ ആകൃതിയിലുമുള്ളതായിരിക്കും. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളും കാണാനായി സാധിക്കും. ഇതാണ് കടൽ പാമ്പിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ പാമ്പിനത്തിനെ നമ്മൾ കണ്ടു. വിഷമുള്ള പാമ്പുകളെ തിരിച്ചറിയുന്നതിനുള്ള സൂചനകൾ, കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയുന്നതിനുള്ള സൂചനകളാണ് കണ്ടത്. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇനി പാമ്പുകടി ഏറ്റാൽ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കുന്നതിനായിട്ട് സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യണം. അങ്ങനെ പാമ്പുകടിയേറ്റാൽ വിവേകപൂർണമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് അയാളെ രക്ഷിക്കുന്നതിനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത വിഭാഗമാണ് പക്ഷികൾ. നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ചുറ്റിലും ധാരാളം തരത്തിലുള്ള പക്ഷികളുണ്ട്. അവയുടെ തൂവലുകൾക്ക് പ്രത്യേകതയുണ്ടാകും. കൂട് വ്യത്യസ്തമാണ്. കാലിൻ്റെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത, ആഹാരം, വലിപ്പം, പക്ഷികളുടെ നിറം വ്യത്യാസമുണ്ടാകും. അവയുടെ മുട്ടകൾ, ശബ്ദം ഇവയെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ ഓരോ പക്ഷിയും അവരുടേതായ രീതിയിൽ വ്യത്യസ്തങ്ങളായിരിക്കും. അടുത്തത് സസ്തിനികൾ. അപ്പം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവയെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന സസ്തിനികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, മാമൽസ്. ഞങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. അതാണ് ഇവ സസ്തിനികളാണ്. ഇവയ്ക്ക് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുകയാണ് ഇവയോരോന്നും ചെയ്യുന്നത്. മറ്റു സവിശേഷതകളാണ്, ഇവയ്ക്കെല്ലാം ചെവിക്കൂടയുണ്ട്, നട്ടെല്ലുണ്ട്, ശരീരത്തിൽ രോമമുണ്ട്. ഇവയ്ക്കെല്ലാം ശരീരത്തിൽ രോമമുണ്ട്. പ്രധാനമായും ഇവയുടെ എല്ലാം ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഇനി മറ്റൊരു സവിശേഷത, നമ്മൾ നേരത്തെ ഉരകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശീതരക്തജീവികളാണ് എന്ന്. അപ്പോൾ ഇവിടെ സസ്തിനികളിലേക്ക് വരുമ്പോൾ ഇവയെല്ലാം വാം ബ്ലഡഡ് ആണ്, ഉഷ്ണരക്തജീവികളാണ്. പൊതു സവിശേഷതകളിൽ പറയാം, ഇവ ഉഷ്ണരക്തജീവികളാണ്. പാൽ ഉൽപാദന ഗ്രന്ഥികളുണ്ട് ഇവയ്ക്ക്. അതുപോലെ സ്വേദഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികളുണ്ട് ഇവയ്ക്ക്. ഇപ്പം ഇതെല്ലാമാണ് ഇവയുടെ പൊതു സവിശേഷത എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാമാണ് സസ്തിനികൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തിനികൾ. ഇതുകൂടാതെ ഇവരും സസ്തിനികളാണ്. ഏതൊക്കെ? തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ ഇവയും സസ്തിനികളാണ്. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? വവ്വാല് പറക്കുന്ന സസ്തിനിയാണ്. പറക്കുന്ന സസ്തിനികൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, വ്യത്യസ്ത ഇനമാണ്. വവ്വാൽ പറക്കുന്ന സസ്തിനിയാണ്. ഇനി തിമിംഗലം, ഡോൾഫിൻ, നീർനായ എന്നിവയൊക്കെ ജലസസ്തിനികളാണ്. അതാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ചില സസ്തിനികൾ വളർത്തുമൃഗങ്ങളാണ്. എന്തെല്ലാം ആവശ്യങ്ങൾക്കായിട്ടാണ് മൃഗങ്ങളെ വളർത്തുന്നത്? മാംസത്തിന്, പ്രധാനമായും മാംസത്തിനാണ്. പിന്നെ നമുക്ക് പറയാം പാലിന് വേണ്ടിയിട്ട്, തുകലിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു രോമമുള്ളവയാണ്. അപ്പം അതുകൊണ്ട് തന്നെ തുകലിന് വേണ്ടിയിട്ടും രോമത്തിന് വേണ്ടിയിട്ടുമൊക്കെ വളർത്തുമൃഗങ്ങളെ ഉപയോഗിക്കുന്നു. ഈ വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ ഉപകാരികളാണ്. എങ്കിൽ കൂടിയും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗം പടരാറുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, വളർത്തുമൃഗങ്ങളിൽ നിന്നും രോഗം പടർന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ. അപ്പം അങ്ങനെ വളർത്തുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് വരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് പേവിഷബാധ. ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും പക്ഷിപ്പനി, ആന്ത്രാക്സ്, എലിപ്പനി. ഇവയെല്ലാം തന്നെ ഇങ്ങനെ വളർത്തുമൃഗങ്ങളിൽ നിന്നും നമുക്ക് മനുഷ്യർക്ക് പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, വളർത്തുമൃഗങ്ങളാണ്, പെറ്റ്സാണ്, നമ്മുടെ വീട്ടിലെ തന്നെ മൃഗങ്ങളാണ്. എങ്കിൽ കൂടിയും അവയുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. പ്രധാനമായിട്ടും മൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കണം. സമയത്തിന് കൃത്യമായിട്ടുള്ള മൃഗങ്ങളുടെ വാക്സിൻ എടുക്കണം. ഇനി അവയുടെ ഹൈജീൻ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അവയെയും മൃഗങ്ങളെയും അവയുടെ കൂടും അവയുടെ ചുറ്റുപാടും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അവയെ ഗ്രൂം ചെയ്യുക. സമയത്തിന് നഖവും മുടിയും ഒക്കെ വെട്ടി ഒതുക്കി വൃത്തിയായിട്ട് അവയെയും വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ അവയോട് ഇടപഴകുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കുക. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തിനികൾ എന്നീ വിഭാഗത്തിലെ ജീവികൾക്കെല്ലാം തന്നെ നട്ടെല്ലുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ,
പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗത്തിലെ ജീവികൾക്കെല്ലാം തന്നെ നട്ടെല്ലുണ്ട്. ഇനി അന്യം നിൽക്കുന്ന ജീവികൾ, ഇത് നമ്മൾ കഴിഞ്ഞ ഒരു തവണ ഒരു ക്ലാസ്സിൽ പഠിച്ച സമയത്ത് പഠിച്ച ഒരു കോൺസെപ്റ്റാണ്. എന്താണ്? എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിക്കുന്നത്. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും ഇന്ന് കാണുന്നില്ല, ഇന്ന് നമ്മുടെ ഭൂമിയിലില്ല. പല കാരണത്താൽ അവ ഇല്ലാതെയായി. എന്തെല്ലാമാണ്? അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, ഉൽക്കകളുടെ പതനം, രോഗങ്ങൾ വ്യാപിക്കുന്നത് വഴി, അഗ്നിപർവ്വത സ്ഫോടനം, അങ്ങനെ ധാരാളം കാരണങ്ങൾ കൊണ്ട്, മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ധാരാളം കാരണങ്ങൾ കൊണ്ട് ജീവികൾ ഇന്ന് ഇല്ലാതെയായി. ജീവികളുടെ വംശനാശത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശം ഈ തരത്തിലൊരു വംശനാശത്തിന് കാരണമാണ്. എന്നാൽ അതിന് മനുഷ്യന് പങ്കുണ്ട്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ വഴിയാണ് വംശനാശം സംഭവിക്കുന്നത്. പൂർണ്ണമായിട്ടും ജീവികൾ ഇല്ലാതെയാകുന്നതിനെയാണ് വംശനാശം എന്ന് പറയുന്നത്. ഇതിന് 2 കാരണങ്ങളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ, ഒന്ന് പ്രകൃതിപരമായിട്ടുള്ള, മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ലാത്ത പ്രകൃതിപരമായ കാരണങ്ങൾ, അല്ലാതെ ജീവികളുടെ സ്വാഭാവിക ആവാസ സ്ഥലങ്ങൾ നശിക്കുന്ന മനുഷ്യൻ്റെ പങ്കുള്ള കാര്യങ്ങൾ. ഇവയെല്ലാമാണ് ഈ പറയുന്നത് പോലെ ഒരു വംശനാശത്തിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ കൊണ്ടുവരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. കടുവാ ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി ഇവയെല്ലാം തന്നെ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഇനങ്ങളാണ്. ഇതല്ലാതെ നക്ഷത്രയാമ, ഉടുമ്പ് എന്നറിയപ്പെടുന്നത്, തത്തകൾ, വെരുക്, വെള്ളിമൂങ്ങ ഇവയെല്ലാം തന്നെ വംശനാശ ഭീഷണി നേരിടുന്നു. ഇനി മറ്റൊരാശയത്തിലേക്കാണ്, ജീവികളും അന്ധവിശ്വാസങ്ങളും. നമ്മൾ ജീവികളുമായി ബന്ധപ്പെട്ട് കുറച്ച് അന്ധവിശ്വാസങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇവിടെ തന്നിട്ടുള്ളതുപോലെ വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം, ഈ ജീവികളെക്കുറിച്ച് തെറ്റായിട്ടുള്ള പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസങ്ങളിലുള്ള വിശ്വാസമർപ്പിക്കൽ കാരണം സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശം പോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അവയും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ, പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ, ക്ലാസ്സിൻ്റെ ഭാഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി അന്നന്ന് തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതോടെ നമ്മുടെ 5th സ്റ്റാൻഡേർഡിൻ്റെ സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും 2 ടെക്സ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭാഗം 1ഉം ഭാഗം 2ഉം ചേർത്താണ് പറഞ്ഞത്. സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.